ഉച്ചക്കത്തേക്ക് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് ഒന്നും കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് കേട്ടോ ഇന്ന് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. ഇതിനെ വെറും 5 മിനിറ്റ് മാത്രം മതിയാവും. അതും അല്ലെങ്കിൽ അതിനും താഴെ സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. എന്നാൽ രുചിക്ക് യാതൊരു കമ്മിയില്ല. തൈര് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിട്ടിലൻ ഐറ്റമാണ് കേട്ടോ. അപ്പോഴേ ഇനി പച്ചക്കറിയൊന്നും ഇല്ലയെന്ന് വിചാരിച്ച് കറിയൊന്നും ഉണ്ടാക്കാതെ ഇരിക്കേണ്ട കേട്ടോ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയോളൂ. നല്ല കട്ട തൈര് എടുക്കാനായിട്ട് നോക്കുക. അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റിയായി തോന്നിയത്. ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ അതിലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ. ഇതിലേക്ക് നല്ല ജീരകം ഒരു 1/4 ടീസ്പൂണും 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളക് ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതുകൂടെ നമ്മൾ ഇട്ടതിന് ശേഷം ആദ്യം അതൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് സവാള പൊടിയായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ ഒരെണ്ണമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതും ആദ്യം നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 മുതൽ 2 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഒരു 2 പിഞ്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഒരു പച്ചമുളക് നിങ്ങൾക്ക് ചേർക്കുന്നെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. എരിവ് എപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. എന്നിട്ടേ പൊടികളുടെ ആ പച്ച രുചി മാറുന്ന വരെ നന്നായിട്ട് നമ്മളതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തൈരിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചതിന് ശേഷം ഞാൻ ഈ ചട്ടിയിൽ അവിടെ ഇവിടെ ആയിട്ട് പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ചുകൂടെ തൈര് ഒഴിച്ചിട്ടേ അതുകൂടെ നമ്മളിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ നെയ്യ് ഇതിലേക്ക് ചേർക്കുന്ന ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ. നെയ്യ് അല്ലെങ്കിൽ പിന്നെ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയായിരിക്കും. എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അവസാനമായിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില കൂടെ ചേർത്തിട്ടേ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ. വളരെ ഈസിയല്ലേ ചെയ്തെടുക്കാനായിട്ട്. മോരുകറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും കേട്ടോ. പിന്നെ ഒരുപാട് പുളി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു തൈരിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കട്ട ഉടക്കുന്ന സമയത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്താലും മതിയാവും കേട്ടോ. പിന്നെ നമ്മളിത് വീണ്ടും ചൂടാക്കുന്നൊന്നുമില്ല തൈര്. ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പം ആ ഒരു ഒറ്റ സമയത്തേ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.